ഹലോ കൂട്ടുകാരെ, നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യം ചെയ്യാം. നമുക്ക് CO2, NO2, SO3 എന്ന് പറയുന്ന വാതകങ്ങൾ തന്നിട്ടുണ്ട്. വോളിയം അറ്റ് STP, നമ്പർ ഓഫ് മോൾസ്, വെയ്റ്റ് ഓഫ് ഗ്യാസ് ഇൻ ഗ്രാംസ്. ചിലതൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ABCD ഇവരെയൊക്കെ കണ്ടുപിടിക്കാനാണ്. അതുപോലെ തന്നെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും സൾഫറിൻ്റെയും അറ്റോമിക് മാസും തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എന്താണ്? നമ്പർ ഓഫ് മോൾസ് വെച്ചുള്ളത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4 അറിയാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ വോളിയം ബൈ വ്യാപ്തം ബൈ 22.4. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. ഇപ്പോൾ മോൾസ് വെച്ചുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. വോളിയം ബൈ 22.4, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. ആദ്യം NO2ൻ്റെ വോളിയം അറ്റ് STP വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് 2 എന്ന്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് എത്ര ആണ്? 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഈക്വൽ വോളിയം എത്ര എന്നറിയത്തില്ല, V ബൈ 22.4. അപ്പോൾ വോളിയം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് താഴത്തെ 22.4 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? V ഈക്വൽ 2 ഇൻറ്റു 22.4 ഈക്വൽ 44.8 ലിറ്റർ എന്ന് വരും. അപ്പോൾ NO2ൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടേ? NO2ൻ്റെ വെയ്റ്റ് ഓഫ് ഗ്യാസ് ഇൻ ഗ്രാം, വെയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? മോൾസ് നമുക്കറിയാം 2 ആണ്. 2 ഈക്വൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം അല്ലേ? NO2 Nഉം ഓക്സിജനുമാണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14 നൈട്രജൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 14 പ്ലസ് മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 14 പ്ലസ് ഓക്സിജൻ്റെ 16 16 ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 16 ഇൻറ്റു 2 ഈക്വൽ 14 പ്ലസ് 32 എന്ന് വരും. ഈക്വൽ 46 എന്ന് കിട്ടും. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് NO2 എന്ന് എത്ര വരും? 46 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. മാസ് അറിയത്തില്ല, അതിന് M എന്ന് കൊടുക്കുന്നു ബൈ 46. റീഅറേഞ്ച് ചെയ്യുന്നു മുമ്പത്തെ പോലെ. അപ്പോൾ M ഈക്വൽ മാസ് ഈക്വൽ 46 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 92 ഗ്രാം എന്ന മാസ് കിട്ടും. അപ്പോൾ NO2ൻ്റെ എല്ലാ ആൾക്കാരെയും നമുക്ക് കിട്ടി. വോളിയം അറ്റ് STP എത്ര എന്ന് കിട്ടി? 44.8 എന്നും കിട്ടി. 44.8 എന്നും കിട്ടി. അതുപോലെ തന്നെ മാസ് NO2ൻ്റെ എത്ര കിട്ടി? ഗ്രാമിൽ 92 എന്നും കിട്ടി. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക.
വോളിയം ബൈ 22.4ഉം അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓരോ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് കൂട്ടുക, അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുകിട്ടും. അതുപോലെ തന്നെ ആറ്റങ്ങൾ ഏതെങ്കിലും എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓക്സിജൻ 2 എണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അറ്റോമിക് മാസിൻ്റെ കൂടെ ആ 2 ഇൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ അതും ശ്രദ്ധിക്കണം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ. ഇനി SO3യുടെ കേസിലുള്ള വോളിയം മോൾസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. മാസ് തന്നിട്ടുണ്ട് 320 എന്ന്. 320 മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. SO3യുടെ മോളിക്കുലർ മാസ് SO3. സൾഫറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 32 ആണ്. അപ്പോൾ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 32 പ്ലസ് 16, ഓക്സിജൻ്റെ 16 ആണ് അറ്റോമിക് മാസ്, ഇൻറ്റു 3 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ ഇൻറ്റു 3 ഈക്വൽ 32 പ്ലസ് 48 എന്ന് വരും. 32 പ്ലസ് 48 ഈക്വൽ 80 ഗ്രാം എന്ന് വരും. അപ്പോൾ 80 എന്ന് നമുക്ക് കിട്ടി. ഈക്വൽ എത്ര മോൾസ് എന്ന് കിട്ടും? ഈ 0 വെട്ടിപ്പോവും. 8-നകത്ത് 32, 4 8ആണ്, അപ്പോൾ 4 മോൾസ് എന്ന് കിട്ടി. മോൾസിൻ്റെ എണ്ണം കിട്ടി. ഇനി വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഈക്വൽ വോളിയം ബൈ 22.4. അപ്പോൾ 4 ഈക്വൽ വോളിയം ബൈ വ്യാപ്തം ബൈ 22.4. 22.4 റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം വ്യാപ്തം ഈക്വൽ 4 ഇൻറ്റു 22.4 എന്ന് വരും. ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 89.6 ലിറ്റർ എന്ന് കിട്ടും. വോളിയം നമ്മൾ യൂണിറ്റ് ലിറ്ററിൽ കാണിക്കണം. 89. ഇനി NO2-ലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. തന്മാത്രകളുടെ എണ്ണമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ്. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ്? വോളിയം ബൈ 22.4, അതുപോലെ തന്നെ മാസ് ബൈ മോളിക്കുലർ മാസ്. അങ്ങനെ നമുക്ക് മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. വ്യാപ്തം ബൈ 22.4ഉം മാസ് ബൈ മോളിക്കുലർ മാസും. ഇവിടെ നമുക്ക് NO2-ൻ്റെ മോൾസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ 2 ഇൻറ്റു Na മോളിക്യൂൾസ്. Na തന്മാത്രകൾ. അത്രയും തന്മാത്രകളുണ്ട് NO2-ൽ. Na2 എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം കിട്ടും. ഇപ്പോൾ CO2-ലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്? നമ്മൾ മോൾസിൻ്റെ എണ്ണം ഇവിടെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ആണ് CO2-ലുള്ള മോൾസിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള തന്മാത്രകളുടെ എണ്ണം മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്? 1 ഇൻറ്റു Na മോളിക്യൂൾസ് തന്മാത്രകൾ.
ഇനി SO3യിലുള്ള മോൾസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു Na മോളിക്യൂൾസ്, 4 ഇൻറ്റു അവഗാഡോ നമ്പർ തന്മാത്രകൾ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മോളിക്യൂൾസിൻ്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. മോൾസിൻ്റെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പറാണ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമ്പർ ഓഫ് മോൾസ്, മോൾസിൻ്റെ എണ്ണം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പർ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പറാണ്. ഇനി ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. NO2യിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു Na അവഗാഡോ നമ്പർ ഇൻറ്റു അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. NO2യിൽ എത്ര ആറ്റങ്ങളുണ്ട്? നൈട്രജൻ 1, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 3, 2 ഇൻറ്റു Na ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് മോൾസിൻ്റെ എണ്ണം ഇൻറ്റു Na അവഗാഡോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണം. ഇനി CO2യിൽ മോൾസിൻ്റെ എണ്ണം 1 ഇൻറ്റു അവഗാഡോ നമ്പർ ഇൻറ്റു ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? കാർബൺ 1, ഓക്സിജൻ 2. അപ്പോൾ മൊത്തത്തിൽ 3 ആറ്റം ഇൻറ്റു 3. SO3യിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ്? 4 ആണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചത്. 4 ഇൻറ്റു Na ഇൻറ്റു എത്ര ആറ്റങ്ങളുണ്ട്? S1, ഓക്സിജൻ 3 എണ്ണമാണ്. അപ്പോൾ മൊത്തത്തിൽ 4. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് 2 ഇക്വേഷൻ ഉപയോഗിക്കാം. ഗിവൺ വോളിയം ബൈ 22.4 ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ് ഉപയോഗിച്ച് നമുക്ക് മോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. വ്യാപ്തം ബൈ 22.4ഉം മാസ് ബൈ മോളിക്കുലർ മാസും. അപ്പോൾ ഇനി മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു Na വരെ ചെയ്താൽ മതി. മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണമാണെങ്കിൽ മോൾസ് കണ്ടുപിടിച്ചിരിക്കുന്ന മോൾസിൻ്റെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ വരെ ചെയ്താൽ മതി. ആറ്റങ്ങളുടെ എണ്ണം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു Na ഇൻറ്റു അറ്റോമിസിറ്റി, ആറ്റങ്ങളുടെ എണ്ണം കൂടെ ഇൻറ്റു ചെയ്ത് എഴുതി വെക്കണം. അതെങ്ങനെയാണ് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്